ഇതാണ് ജർജീർ അഥവാ അറുഗുള. റോക്കറ്റ്, റോക്ക എന്നീ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നു. അറേബ്യൻ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്ന ജർജീർ ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമാണ്. നമസ്കാരം, അനുഗ്രഹാസ് വേൾഡിലേക്ക് സ്വാഗതം. ജർജീർ ലെറ്റ്യൂസ് പോലെയുള്ള ഇലകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അറബ് നാടുകളിൽ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് സ്ഥിരമായി കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂടും. ചർമ്മത്തിനും ഇത് വളരെ നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്. അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് ജർജീർ. അപ്പോൾ ഇത് മുളപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ സാധാരണ മറ്റു ചെടികൾക്ക് ഉപയോഗിക്കും പോട്ടി മിക്സ് തന്നെയാണ് ജർജീർ നടാനും ഉപയോഗിച്ചത്. ഇതാണ് ജർജീർ സീഡ്സ്. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എന്നിവ, ചകിരിച്ചോറ്, മണ്ണ് എന്നിവ മിക്സ് ചെയ്താണ് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അതുതന്നെയാണ് ഞാൻ ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ചീരയുടെയൊക്കെ വിത്ത് പാകുന്നത് പോലെ നല്ല സ്പ്രെഡ് ആകുന്ന രീതിയിൽ പാകണം. ജർജീറിന് നനവ് അധികം ആകാൻ പാടില്ല. ഏത് കാലാവസ്ഥയിലും ഇത് നന്നായി വളരും. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം. ഇനി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ട്രേയിൽ നമുക്ക് കുറച്ച് വിത്ത് പാകി നോക്കാം. അടുത്ത ദിവസം തന്നെ മുള വന്നു തുടങ്ങും. ഈ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ജർജീർ മാത്രമല്ല, ലീഫി വെജിറ്റബിൾസ് ഒക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ജർജീർ ലെറ്റ്യൂസ് പോലെയുള്ള ഇലവർഗ്ഗങ്ങൾ ഡയബറ്റീസ് തടയാനും വളരെ ഉത്തമമാണ്. ഓസ്റ്റിയോപൊറോസിസിനെ തടയാനും ഇത് സഹായിക്കുന്നു. കാരണം ഇതിൽ കാൽഷ്യം, വൈറ്റമിൻ കെ എന്നിവ ധാരാളമുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അതിനാൽ അറബ് നാടുകളിൽ അറേബ്യൻ ഫുഡിനോടൊപ്പം സാധാരണയായി കിട്ടുന്ന ഒന്നാണ് ജർജീർ. ആമാശയ രോഗങ്ങൾ തുടങ്ങിയവയും തടയാൻ കഴിവുള്ള ഒന്നാണ് ജർജീർ. ഇത് 5 ദിവസം പ്രായമായ ജർജീറിൻ്റെ തൈയാണ്. ഇത് നമുക്ക് മൈക്രോഗ്രീനായും ഉപയോഗിക്കാം. ഇത് 15 ദിവസം പ്രായമായ തൈയാണ്. 4 ആഴ്ച കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഇത് കട്ട് ചെയ്ത് നമുക്ക് സാലഡായി മറ്റും ഉപയോഗിക്കാം. ഇത് എങ്ങനെ കഴിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം ഒക്കെ ഇത് കഴിക്കാം. പിന്നെ സാലഡായും സാൻഡ്വിച്ചായും ഒക്കെ ഇത് നമുക്ക് കഴിക്കാം. ചിക്കൻ കഴിക്കുമ്പോഴോ ബിരിയാണി കഴിക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ കൂടെയും ഇത് ആഡ് ചെയ്യാം.
കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെച്ച് ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഇലയുടെ ഒരു ടാഞ്ചി ടേസ്റ്റ് അവർക്ക് അറിയാൻ പറ്റത്തില്ല. വളരെ ഗുണകരവുമാണ്. എല്ലാ ദിവസവും ഇത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. കട്ട് ചെയ്ത് അധിക സമയം വയ്ക്കാതെ ഫ്രഷായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതാണ് ജർജി സീഡ്സ്. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് അനുഗ്രഹ സീഡ്സ് വേൾഡ്. അതുപോലെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. 8301086351. സീഡ്സിൻ്റെ വിലയും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഇത്തവണയും സീഡ്സ് സൗജന്യമായി കൊടുക്കുന്നുണ്ട്. നേരത്തെ വ്ലാത്താങ്കര ചീരയും ആനക്കൊമ്പൻ വെണ്ടയുമായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ ജർജിയർ സീഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം കമൻറ്റ് ചെയ്യുന്ന 20 പേർക്കാണ് ഫ്രീ സീഡ്സ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആദ്യം നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച കവർ മറ്റൊരു കവറിൽ വെച്ച് എനിക്ക് അയച്ചു തരിക. ഞാൻ അതിൽ ജർജിയർ സീഡ്സ് ഇട്ട് തിരിച്ച് അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്